അനധികൃതമായി പണമൊഴുകുന്ന സംവിധാനങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി സ്ക്വാഡുകളും പരിശോധനകളും തുടർന്നു പോകുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ സർവൈലൻസ് സ്ക്വാഡുകൾ 1 കോടിയിലധികം രൂപ ഇപ്പോൾ തന്നെ പിടിച്ചു എന്നുള്ളതാണ് ആനന്ദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വാർത്തകൾ 95 ലക്ഷം രൂപയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന പരമാവധി തുക. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയാണ് ജില്ലാ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സെല്ലുകളുടെ പ്രവർത്തനം. അനധികൃതമായി വോട്ടർമാരെ സ്വാധീനിക്കാൻ കൊണ്ടുപോകുന്ന പണം, പാരിതോഷികങ്ങൾ, ഡ്രഗ്സ് എന്നിവയെല്ലാം പിടിച്ചെടുക്കുന്നതിന് വിവിധ സ്ക്വാഡുകൾ ജില്ലയിൽ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നുണ്ട്. മതിയായ രേഖകളുടെ അഭാവത്തിൽ കൊണ്ടുപോയ ഇത്തരത്തിലുള്ള 1,84,310 രൂപയാണ് സർവൈലൻസ് സ്ക്വാഡുകൾ ഇതുവരെ പിടിച്ചെടുത്തത്. സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ, ബാനറുകൾ, ചുവരെഴുത്തുകൾ, റാലികൾ തുടങ്ങിയവയെല്ലാം ജില്ലാ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സെൽ നിരീക്ഷിക്കുകയും വീഡിയോ പകർത്തുകയും കണക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് ഫ്ലൈയിങ് സ്ക്വാഡുകൾ വാഹന പരിശോധനയും വ്യാപകമാക്കിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.